സിപിഐഎം പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റിക്ക് വിമർശനം. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കണ്ണൂർ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റികളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സംസ്ഥാന കമ്മിറ്റിക്ക് കഴിഞ്ഞില്ലെന്നും വിമർശനം. വിവാദങ്ങൾക്ക് ബലം നൽകുന്ന തരത്തിൽ പത്തനംതിട്ടയിലെ ചില നേതാക്കൾ പ്രവർത്തിച്ചു. അത് എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെയായെന്നും വിമർശനം. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ശ്രീരാജ് ബാബു ചേരുന്നുണ്ട്. ശ്രീരാജ്, സംസ്ഥാന നേതൃത്വത്തിനെതിരെയാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ജില്ലാ സമ്മേളനം പുരോഗമിക്കുന്നുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? ഗൗതം, നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലാണ് സംസ്ഥാന നേതൃത്വത്തിന് പ്രതിനിധികളുടെ ഭാഗത്തു നിന്നും വിമർശനമുണ്ടായത്. അതായത് നവീൻ ബാബുവിന്റെ മരണത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റികളെ ഒരുമിപ്പിച്ച് നിർത്തുന്നതിൽ സംസ്ഥാന നേതൃത്വത്തിന് വീഴ്ച വന്നിട്ടുണ്ട് എന്നാണ് പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചത്. അതായത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി തുടക്കം മുതൽ തന്നെ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം എന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലെ ചില നേതാക്കളെങ്കിലും ആദ്യഘട്ടത്തിൽ PP ദിവ്യയ്ക്ക് പരസ്യമായ പിന്തുണ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വിഷയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് ഈ രണ്ട് ജില്ലാ കമ്മിറ്റികളെയും ഒരുമിപ്പിച്ച് നിർത്തുന്നതിൽ പരാജയപ്പെട്ടു എന്നായിരുന്നു വിമർശനം. അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലെ തന്നെ ചില CPM നേതാക്കൾ അവരുടെ ചില പ്രതികരണങ്ങളെല്ലാം തന്നെ അത് എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെയായി എന്നും അതുപോലെ തന്നെ അത് അനാവശ്യ പ്രതികരണങ്ങളായിരുന്നു എന്ന തരത്തിലുള്ള ചർച്ചകളും ഉണ്ടായി. ഈ പ്രതികരണങ്ങളെല്ലാം തന്നെ ഈ നവീൻ ബാബു വിഷയവുമായി ബന്ധപ്പെട്ട് ആ വിവാദങ്ങൾക്ക് ബലം നൽകാൻ സഹായിച്ചു. ബലം നൽകുന്ന തരത്തിലായിരുന്നു ആ പ്രതികരണങ്ങളെല്ലാം തന്നെയെന്നും ഈ ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികൾ ചർച്ചയാക്കി. അതുപോലെ തന്നെ തുടക്കം മുതൽ തന്നെ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം ആണ് എന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നിലപാടാണ് ശരിയെന്നും ഈ പ്രതിനിധികൾ ചർച്ച ചെയ്തു. അതുപോലെ തന്നെ മറ്റൊരു വിമർശനം പ്രധാനമായും ഉണ്ടായത് CPIഎമ്മിലേക്ക് കടന്നു വരുന്ന പുതിയ ആളുകൾ അവർ അനർഹരാണ്, അല്ലെങ്കിൽ സംഘടനയുടെ വിവിധ വർഗ ബഹുജന സംഘടനകളിലേക്ക് കടന്നു വരുന്ന ആളുകൾ അത്തരത്തിൽ പ്രവർത്തിക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന ആളുകളാണ്, അല്ലെങ്കിൽ മറ്റ് ക്രിമിനൽ കേസുകളിൽ മറ്റു പ്രശ്നങ്ങളിലെല്ലാം ഉൾപ്പെട്ട ആളുകളാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങളും ഈ പ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ നിലവിൽ ഇതിൽ ഏറ്റവും പ്രധാനം സംസ്ഥാന നേതൃത്വത്തിന് വീഴ്ച വന്നിട്ടുണ്ട് എന്ന പ്രതിനിധികളുടെ വിമർശനം തന്നെയാണ്. അത് ഈ നവീൻ ബാബു വിഷയത്തിൽ പത്തനംതിട്ട കണ്ണൂർ ജില്ലാ കമ്മിറ്റികളെ ഒരുമിപ്പിച്ച് നിർത്തുന്നതിൽ വീഴ്ച വരുത്തി എന്നതാണ് ഈ പ്രതിനിധികളുടെ വിമർശനം. എന്തായാലും പത്തനംതിട്ട ജില്ലാ സമ്മേളനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചർച്ച പൂർത്തിയായിട്ടില്ല. ഇന്ന് വൈകിട്ട് 6 മണിക്ക് റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾ ഇന്ന് 6 മണി വരെ തുടർന്നു. നാളെ 9 മണിക്ക് തന്നെ ഈ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾ തുടരും. വിവിധ ഏരിയ കമ്മിറ്റികളുടെ ഭാഗത്തു നിന്നുള്ള ചർച്ചകൾ തുടരും. ME ഗോവിന്ദൻ മാസ്റ്റർ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് റിപ്പോർട്ടിന്മേലുണ്ടായ ചർച്ചകളിലാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളത്. ഗൗതം, ശരി. പത്തനംതിട്ടയിൽ നിന്നും ശ്രീരാജ് ബാബുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആ സമയങ്ങളിൽ തന്നെ ഇരു ജില്ലകളിലെയും പാർട്ടികൾ വ്യത്യസ്ത അഭിപ്രായങ്ങളിലായിരുന്നു. കണ്ണൂർ പാർട്ടിയെയും പത്തനംതിട്ട പാർട്ടിയെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് CPMന്റെ സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നും ഉള്ള ഗൗരവതരമായ വിമർശനമാണ് ഇപ്പോൾ ഈ ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്നത്. ജില്ലാ സമ്മേളനം പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്നും ശ്രീരാജ് ബാബുവാണ്.